പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സഭയുടെ അധ്യക്ഷൻ ആയിരിക്കുന്ന പാസ്റ്റർ അനിൽ അവറുകൾ, കുടുംബം, കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവസഭയിൽ അംഗങ്ങളായിരിക്കുന്ന പ്രിയ ദൈവമക്കൾ, ഉപവാസപ്രാർത്ഥനയുടെ പ്രഥമ രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥനയ്ക്കായിട്ടും ദൈവത്തിൻ്റെ കേൾവിക്കായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രഥമ രാത്രിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ ആരാധനയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് നമ്മളെ ശക്തമായി തൊടുവാനും നമ്മളോട് സംസാരിക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയൻ്റെ മേലും, എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ദൈവം പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അല്പസമയത്തെ ഒരുമിച്ചുള്ള ദൈവവചന ധ്യാനത്തിനായി നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവനവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച് പറയുന്നൊരു വേദഭാഗമാണ്. അല്പനിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കണ്ണുകൾ അടച്ച് കർത്താവിനോട് ചോദിക്കാമോ, കർത്താവെ ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബത്തോട്, കർത്താവെ ഞങ്ങളുടെ സഭയോട് സംസാരിക്കണമേ. ഈ പ്രഥമ രാത്രിയിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് അവിടുത്തെ വചനം ശ്രവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ സാന്നിധ്യത്തിൻ്റെ മഹത്വത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൽ എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം സംഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാം. ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നീ ഞങ്ങളോട് സംവദിക്കണം, സംസാരിക്കണം, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായൊരു വേദഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് ശ്രദ്ധയെ തിരിച്ചത്. പ്രത്യേകിച്ച് ആത്മാവിലും ശക്തിയിലും ദൈവത്തെ ആരാധിക്കുന്ന പെന്തക്കോസ് കരസ്മാറ്റിക് സമൂഹങ്ങൾക്കെല്ലാം അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേദഭാഗമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ പുസ്തകം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടു കൂടി സഭയുടെ പ്രവർത്തനങ്ങളുടെ വിശാലതയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന, സഭയുടെ ആദിമ ചരിത്രമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നൊരു വേദഭാഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ വചനമായി അവതരിപ്പിച്ചതിന് ശേഷം ശക്തമായ ദൈവ ആത്മാവിൻ്റെ ആഗമനത്തെ അതിനുവേണ്ടി കാത്തിരിക്കുവാനും അതിലൂടെ ദൈവസഭയ്ക്കുണ്ടാകുന്ന ദൈവിക പ്രവർത്തികളുടെ വലിയ ഒരു ചരിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളിവിടെ കാണുന്നുണ്ട് 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നു. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, താൻ ജീവിച്ചിരിക്കുന്നുവെന്ന അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവ് ആഗമനത്തെക്കുറിച്ച് ലൂക്കോസ് എഴുതി വരുന്നതിന് മുമ്പ് ഇവിടെ ലൂക്കോസ് പറയുകയാണ്, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ദൈവം കാണിച്ചു കൊടുത്തു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ
ജീവിതം, ഈ ഇഹലോകത്തെ ഐഹിക ജീവിതം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷകളെ ചെയ്ത് മുന്നോട്ട് പോയത് അപ്പോസ്തലന്മാരാണ്. യേശു ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുത്തിട്ടാണ് അവൻ ഈ ലോകത്ത് നിന്ന് കരയേറിപ്പോയത്. അപ്പോൾ യേശു ജീവിച്ചിരിക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥയല്ല, അവൻ അത് തെളിയിച്ചവനാണ്. ഹല്ലേലൂയ. രണ്ടാമതായി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അപ്പോസ്തലന്മാർ അവൻ്റെ ജീവിതകാലത്തിന് ശേഷം തൻ്റെ ശുശ്രൂഷകളെ ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ അപ്പോസ്തലന്മാർ തെളിയിച്ചത് യേശു ജീവിച്ചിരിപ്പുണ്ട് എന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ കണ്ടപ്പോൾ അവർ സഭാസ്ഥാപനത്തിനോ അല്ലെങ്കിൽ സംഘടനയുടെ വിസ്തൃതിക്ക് വേണ്ടിയോ അല്ല പ്രവർത്തിച്ചത്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനായി, ഹല്ലേലൂയ, സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരിപ്പുണ്ട്. അവൻ്റെ പവറിനാലാണ്, അവൻ്റെ ശക്തിയാലാണ്, അവൻ ഞങ്ങൾക്ക് അയച്ചു തന്ന കാര്യസ്ഥൻ്റെ സാന്നിധ്യത്തിൻ്റെ മഹത്വമാണ് ഞങ്ങളിലൂടെ പുറപ്പെടുന്നതെന്ന്, ഹല്ലേലൂയ, ലോകത്തിന് അവർ കാണിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് യേശു ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് തെളിവാണ് നമ്മൾ ഓരോരുത്തരും. ആമേൻ. We are the piece of an example that Christ is alive. കർത്താവ് സ്വർഗത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പ്രയാസങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ എല്ലാം നമ്മൾ തകർന്നു പോകാതെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം അവൻ ജീവിച്ചിരിപ്പുണ്ട്, അവൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ഉണ്ട്. ഹല്ലേലൂയ. നമ്മളെ പോലെയുള്ള പ്രയാസങ്ങൾ വന്നവർ എത്ര പേർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. നമ്മുടെ പോലെയുള്ള പ്രതികൂലങ്ങളും അപവാദങ്ങളും മറ്റ് ഇതര സംഗതികളിലൂടെ കടന്നുപോയവർ എത്ര പേർ തകർന്നുപോയി. പക്ഷേ ഇപ്പോഴും കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ വന്ന് സമാധാനത്തോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യം അവൻ്റെ പവർ നമ്മുടെ മേലുള്ളത് കൊണ്ടാണ്, അവൻ്റെ സാന്നിധ്യം നമ്മളെ വഴി നടത്തുന്നത് കൊണ്ടാണ്. അതനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഈ യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം അപ്പോസ്തലന്മാരോട് കൂടിയിരുന്നു കൊണ്ട് ചില കാര്യങ്ങൾ സംവദിച്ചു കൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തലന്മാർ ചോദിച്ച ചോദ്യമുണ്ട്. ഈ കാലത്തിലാണോ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് അറിയാവുന്ന നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ പ്രാർത്ഥനാ വിഷയമാണ്. 3 വർഷം യേശുവിനോട് കൂടെ നടന്നു, അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു, വചനം കേട്ടു. അവരുടെ കർത്താവായ യേശുവിൻ്റെ മുഖതാവിൽ നിന്ന് ഡയറക്റ്റ് വചനം കേട്ടവർ, തൻ്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ ഡയറക്റ്റ് കണ്ടവർ, ഡയറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ ലഭിച്ചവർ, അവരെല്ലാവരും 3 വർഷത്തിന് ശേഷം യേശുവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് അവരോട് ചോദിക്കുകയാണ്, ഈ സമയത്താണോ ഇസ്രായേലിനെ യഥാസ്ഥാനത്താക്കുന്നത്? അതിൻ്റെ പച്ചയായ അർത്ഥം എന്ന് പറഞ്ഞാൽ പീലാത്തോസിനെയും കൈസരെയും യഹൂദ പ്രമാണിമാരായിരിക്കുന്ന അന്യായം പ്രവർത്തിക്കുന്ന ഹേരോദ ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തികളെയും മാറ്റിയിട്ട് ഞങ്ങളുടെ കയ്യിലേക്ക് ഈ രാജ്യത്തിൻ്റെ അധികാരം തരുന്നത് ഇപ്പോഴാണോ എന്നാണ്. കാരണം മരണത്തെ പോലും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് കർത്താവായ യേശു വന്നിരിക്കുകയാണ്. എല്ലാവരെയും സ്തംഭിപ്പിച്ചുകൊണ്ട് എല്ലാവരും അമ്പരക്കുന്ന രീതിയിൽ കർത്താവായ യേശു മരണത്തെ ജയിച്ചു പോലും എഴുന്നേറ്റ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ സമയമാണ് ഞങ്ങളുടെ സമയം. ഞങ്ങളുടെ മുക്കുവന്മാർ അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും അധസ്ഥിതരായവർ എന്നുള്ള ആ വലിയ ആ പേരൊക്കെ മാറിയിട്ട് ഞങ്ങൾ ഈ രാജ്യം ഭരിക്കാൻ പോകുകയാണ് എന്നുള്ള വലിയ കാര്യത്തിൽ കർത്താവിനോട് ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചോദിക്കുകയാണ്, ഈ സമയത്താണോ നീ കാര്യങ്ങളൊന്ന് ക്രമീകരിക്കുന്നത്? അപ്പോൾ ഹല്ലേലൂയ, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടില്ല. കർത്താവ് എന്നിട്ട് എന്താ പറഞ്ഞേ? അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാലങ്ങളും സമയങ്ങളും. അപ്പോൾ ഇവർക്ക് എന്താണ് അറിയേണ്ടത്? സമയമാണ് അറിയേണ്ടത്. നമുക്ക് അങ്ങനെയല്ലേ? എപ്പോഴാണ് ഇതൊന്ന് സെറ്റിലാകുന്നത്? അതല്ലേ നമുക്കറിയേണ്ടത്. നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് എപ്പോഴാണ് മറുപടിയുണ്ടാകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം എപ്പോഴാണ് നടക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയ ബിസിനസ് എപ്പോഴാണ് ഒന്ന് ബൂസ്റ്റപ്പ് ആകുന്നത്? അതിൽ ഒരു ഭൂമുണ്ടാകുന്നത് എപ്പോഴാണ്? ഇതൊക്കെയാണ് നമുക്കറിയേണ്ടത്. സമയം നോക്കിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ളവരോട് കർത്താവ് പറയാണ്, ആ സമയം പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ കാലക്രമങ്ങൾ പിതാവിൻ്റെ കയ്യിലിരിക്കുന്നു, അവനത് സമയമാകുമ്പോൾ തിരിക്കുന്നവനാണ്. അപ്പോൾ പിതാവിൻ്റെ അധികാരത്തിലിരിക്കുന്ന കാലങ്ങളെയോ അറിയുന്നത് നമുക്കുള്ളതല്ല. പക്ഷേ ഏത് സാഹചര്യമാണെങ്കിലും അതിൽ നിൽക്കുവാനുള്ള ശക്തി പ്രാപിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുവാനാണ് ശിഷ്യഗണത്തോട് കർത്താവായ യേശു പറഞ്ഞത്. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന നിർദ്ദേശം എന്താണ്? നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്താണെങ്കിലും, നിങ്ങളുടെ പ്രതികൂലങ്ങൾ എന്താണെങ്കിലും, നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലമായ പ്രതിബന്ധങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾ എന്താണെങ്കിലും, സിറ്റ് ഡൗൺ ആൻഡ് റിസീവ് പവർ.
Sit down and receive power. കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ തുടങ്ങുന്ന ഹല്ലേലൂയ ഇന്നത്തെ ആദ്യത്തെ ദിവസത്തിൽ കർത്താവായ യേശു നിങ്ങൾക്ക് തരുന്ന ഒരു ബുദ്ധി ഉപദേശം എന്ന് പറയുന്നത്, മുമ്പിൽ കിടക്കുന്നത് എത്ര വലിയ വിഷയമാണെങ്കിലും അതിനുള്ള ശക്തി പ്രാപിച്ച് എഴുന്നേൽക്കുവാൻ, ഒരു സൈന്യമായി എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ കണ്ട ദർശനത്തെ പ്രാപിക്കുവാനുള്ള പവർ നിങ്ങളിലേക്ക് തരുവാൻ വേണ്ടിയാണ് ഈ 7 ദിവസം ദൈവം നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ഇവരുടെ പ്രശ്നം? യേശു ഹല്ലേലൂയ ഇവിടെ ഉണ്ടാകുമെന്നാണ് ഇവർ വിശ്വസിച്ചത്. ഹല്ലേലൂയ. വള്ളം വിട്ട്, വല വിട്ട്, അവരുടെ പ്രൊഫഷൻ വിട്ട്, അവർക്കുണ്ടായിരുന്ന വരുമാന മാർഗ്ഗങ്ങളെ എല്ലാം വിട്ട് അവർ യേശുവിനെ അനുധാവനം ചെയ്തു. ഹല്ലേലൂയ. യേശുവിൻ്റെ പുറകെ പോകുമ്പോൾ വള്ളത്തിൽ മീൻ പിടിച്ചിട്ട് പോകുന്ന ഗമയിലല്ല അവർ നടന്നത്. അവർ കോളറൊക്കെ പിടിച്ചിട്ട്, ഞങ്ങൾക്കൊരു നേതാവുണ്ട്, ഞങ്ങളുടെ ജീവിത ശൈലി മാറി, ഞങ്ങൾക്ക് ഹല്ലേലൂയ ഞങ്ങളോട് ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ ആളുണ്ട്, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള ഒരുത്തനുണ്ട് എന്ന് പറഞ്ഞ് പരീശന്മാരുടെയും ഹല്ലേലൂയ മറ്റ് പുരോഹിതന്മാരുടെ എല്ലാം വായടച്ച് അവർ യേശുവിനോട് പിന്നാലെ പോകുകയായിരുന്നു. ആ സമയത്താണ് യേശു ഒരിക്കൽ പെട്ടെന്ന് പറയുന്നത്, ഞാൻ പോകുക. വലിയ ധർമ്മസങ്കടത്തിലായി. കാരണം എന്തെന്നറിയാമോ? ഇവൻ പറഞ്ഞതനുസരിച്ചാണ് എല്ലാം വിട്ടവനെ അനുഗമിച്ചത്. ഇപ്പോൾ ഇവൻ പറയുകയാണ്, ഞങ്ങൾ ഇട്ടേച്ചു പോകുകയാണ്. ഇത്ര ഉത്തരവാദിത്തമില്ലാത്ത, ഇത്ര വഴിയിൽ വിട്ടേച്ചു പോകുന്ന ഒരാളെയാണോ ഞങ്ങൾ അനുധാവനം ചെയ്ത് എന്ന് ചോദിച്ച് ലാസ്റ്റ് അവർക്കുള്ള ആ പരിഭവമാണ് അവർ ചോദിച്ചത്. എന്തെങ്കിലും ഞങ്ങളെ ആക്കിയിട്ടാണോ നീ പോകുന്നത്? എന്തെങ്കിലും ഞങ്ങൾക്ക് തന്നിട്ടാണോ നീ പോകുന്നത്? അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾക്ക് തരാനുള്ള ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് തരാനുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പവറാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ എപ്പോഴും ഹല്ലേലൂയ പല സമയങ്ങളിലും പറയാറുണ്ട്, God may not be always prayer answering God, but he is always power transferring God. നിങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങളിൽ നിലനിൽക്കുവാനുള്ള ശക്തി പകരുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രതിബന്ധം എത്ര വലുതാണെങ്കിലും അതിനെ ഫേസ് ചെയ്യാനുള്ള ദൈവത്തിൻ്റെ പവർ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മേൽ പരിശുദ്ധ ആത്മാവ് നൽകി തരട്ടെ. ഹല്ലേലൂയ. പ്രശ്നത്തിൻ്റെ പ്രതികൂലം കണ്ട്, അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ വലിപ്പം കണ്ട്, പ്രതികൂലത്തിൻ്റെ വലിയ ഹല്ലേലൂയ കാര്യം കണ്ട്, നിയമത്തിൻ്റെ ബഹുലത കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അതിന് നടുവിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തുന്ന അവൻ്റെ വലിയ ദയക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ വിഷയം എന്താണ്? ഇവിടെ വിഷയം, നാളെ ഞങ്ങൾക്ക് ഹെരോദാവിൻ്റെ മുഖത്ത് നോക്കണം. പീലാത്തോസിൻ്റെ പടയാളികൾ ഹല്ലേലൂയ തെരുവോരത്തോടെ നടക്കുന്നുണ്ട്. സ്ട്രീറ്റിൽ അവരുണ്ട്. ഹല്ലേലൂയ. യേശുവിനെ അടിച്ച് ആണിയുണ്ട്, ചുറ്റികയുണ്ട്. അവരെ കരഘോഷം ഇറക്കിയ വലിയ ആൾക്കൂട്ടം പുറത്തുണ്ട്. ഇവർക്ക് പുറത്തിറങ്ങി നടക്കണം. ലജ്ജയാണ്, പേടിയാണ്. നാളെ എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ ഹല്ലേലൂയ കളിയാക്കിയവരുണ്ട്, അവരുടെ മുന്നിൽ ഗമയോടെ നിന്നവരുണ്ട്. അവരൊക്കെ ഇപ്പോൾ എന്തോ സംഭവിച്ചു, എന്തിയേ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കും. ആമേൻ. യേശു പറഞ്ഞു, അവരൊക്കെ അവിടെ തന്നെ കാണും, നിങ്ങളും അവിടെ തന്നെ കാണും. അവരുടെ മുന്നിലൂടെ ഞാൻ നടന്നതുപോലെ നിങ്ങൾ നടക്കും. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളെ എന്നെ പോലെ ആക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ബലം നിങ്ങളിൽ ആവശ്യിക്കും. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിന് പല ബലഹീനതകളും പല തരത്തിലുള്ള ഹല്ലേലൂയ വൈകല്യങ്ങളും കാണും. പക്ഷേ 24/7 ഹല്ലേലൂയ നിങ്ങളോട് കൂടെ ഇരിക്കുന്ന പരിശുദ്ധ ആത്മാവിൻ്റെ വലിയ ഫെലോഷിപ്പിനെ ഇന്ന് മുതൽ നിങ്ങൾ കൂടെ കൊണ്ടുകൊള്ളുക. ഹല്ലേലൂയ. ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടുത്തില്ല. നിങ്ങളുടെ മുഖം താഴുവാൻ, നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഹല്ലേലൂയ പരാജയപ്പെടുവാൻ ഈ പരിശുദ്ധ ആത്മാവെന്ന ബലം നിങ്ങളെ ഒരിക്കലും ഹല്ലേലൂയ ആ വ്യക്തി നിങ്ങളെ ഒരിക്കലും അനുവദിക്കത്തില്ല. യേശു പറഞ്ഞു, എന്താണ്? നിങ്ങൾ ഹല്ലേലൂയ പല പ്രയാസങ്ങളുണ്ട്, പല പ്രതികൂലങ്ങളുണ്ട്, അമ്പരപ്പുണ്ട്, നാളെയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. ആ സമയത്ത് യേശു പറയുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കാം, പക്ഷേ ഹല്ലേലൂയ നിങ്ങൾ ചെയ്യുന്ന ജോലി ചെറുതായിരിക്കാം, നിങ്ങൾ ഹല്ലേലൂയ വലിയ ഉന്നതികളിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ജോലി വ്യത്യാസമന്യേ, പ്രായ വ്യത്യാസമന്യേ, നിങ്ങളുടെ ആരോഗ്യം ഹല്ലേലൂയ കണക്കിടാതെ നിങ്ങളുടെ മേൽ ഇരിക്കുന്ന ഒരു പവറുണ്ട്. ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ വന്നത് നിങ്ങളുടെ ദൈവം ശക്തനാണെന്നല്ല. ദൈവം ശക്തനാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, അവൻ ശക്തനാണ്. അതിനാരുടെയും തെളിവും വേണ്ട, അതിനാരുടെയും ഔദാര്യവും വേണ്ട, അതിന് പ്രൂവും വേണ്ട. അവൻ സർവശക്തനാണ്. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്, പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾ ശക്തരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്.
പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങളുടെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങളുടെ വചന ധ്യാനത്തിങ്കൽ തീ കത്തും. മറ്റുള്ളവർ വചനം വായിച്ച് ഉറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾക്ക് ഉറക്കാതെ നിങ്ങളെ വചനത്തിൻ്റെ മുന്നിൽ ഇരുത്തുന്ന ഒരു പരിശുദ്ധയാത്മാവിൻ്റെ ബലമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധയാത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മൾ ശക്തരാണ്. ജോലി എന്താണെങ്കിലും, ആരോഗ്യസ്ഥിതി എന്താണെങ്കിലും, മുട്ടിന് വേദനയോ കാലിന് വേദനയോ ഷുഗർ, പ്രഷർ, അതൊക്കെ മാറി നിൽക്കട്ടെ. ഹല്ലേലൂയ. നാവ് അനക്കി നല്ലതുപോലെ സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പവർഫുള്ളാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിക്കണമെന്ന് പറയുന്നു. കുഞ്ഞുങ്ങളെ വഴക്ക് പറയുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, വഴക്കുണ്ടാക്കുമ്പോൾ, ഡോണ്ട് സ്പീക്ക് അൺനെസസറി വേർഡ്സ് ബിക്കോസ് യു ഹാവ് പവർ ഇൻ ഇറ്റ്. അന്യഭാഷ പറയുന്ന, പരിശുദ്ധാത്മാവിൽ വിശുദ്ധ ജീവിതം ചെയ്യുന്ന ഒരു നൈമിഷിക നേരത്തിൽ വരുന്ന അരിശം കൊണ്ട്, ദേഷ്യം കൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞൊപ്പിക്കരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ നാവിന് ശക്തിയുണ്ട്. ആ ശക്തി നിങ്ങളിൽ നിന്ന് പുറപ്പെടുവാൻ അത് നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ശക്തരാണ്, നമ്മൾ ശക്തരാണ്. ഹല്ലേലൂയ. എപ്പോഴും ആരുടെയെങ്കിലും കെയർ ഓഫിൽ കയറിപ്പോകുന്നവരല്ല. അതാണ് യേശു പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ പോകുമ്പോൾ ഞാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഈ ശക്തി വന്നപ്പോൾ ഹല്ലേലൂയ സംഭവിച്ചത് എന്താണ്? ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നതുണ്ട്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതുണ്ട്, നമ്മളോട് കൂടെ ചലിക്കുന്നതുണ്ട്. പല രീതികളുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് പല ദൗത്യങ്ങളും ശുശ്രൂഷകളും ചെയ്യുന്നുണ്ട്. അത് വലിയ ഒരു വിഷയമായതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് മേൽ പകരുന്ന ശക്തിയെക്കുറിച്ച് മാത്രം ഞാൻ നിങ്ങളോട് പറയാം. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ശക്തിയല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. തൃത്വത്തിൽ മൂന്നാമനെന്ന് ഹല്ലേലൂയ വെളിപ്പാട് കൊണ്ട് മാത്രം, അത് റിവീലായ ആ ക്രമം കൊണ്ട് മാത്രം മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മളോട് കൂടിയുള്ളപ്പോൾ നമ്മൾ ശക്തരാണ്. നമ്മൾ ശക്തരാണ്, നമ്മൾ ശക്തരാണ്. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് പറയണം, ഐ ആം പവർഫുൾ വിത്ത് ദ പവർ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. നിങ്ങൾ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ വാക്കിന്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ചെവി തരും. വ്യാപരിക്കുന്ന അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സഭയുടെ മേൽ ദൈവം തുറന്നിട്ടിരിക്കുന്ന ദൈവിക പ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സഭയുടെ മേൽ ദൈവത്തിന് നിങ്ങളെല്ലാവരും ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. ഹല്ലേലൂയ. എനിക്കറിയില്ല ഹല്ലേലൂയ എങ്ങനെയാണ് സഭയുടെ രീതി എന്ന്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഇവിടെ നിന്ന് കണ്ട ഒരു ദർശനം പറയുകയാണ്. ഹല്ലേലൂയ. മറ്റ് അനേക ഹല്ലേലൂയ സ്ഥലങ്ങളിൽ നിന്ന് നദി ഒഴുകി ഒരു വലിയ തടാകത്തിലേക്ക് വന്നു ചേർന്ന് ആ തടാകം നിറഞ്ഞ് കവിയുന്നത് പോലെ ഒരവസ്ഥ ഞാൻ കാണുകയുണ്ടായി. അതിന് മുന്നിൽ നിരന്നിരുന്ന മതിലുകൾ ഇല്ലാതാകുന്ന ഒരവസ്ഥ ഞാൻ കാണുകയുണ്ടായി. ഞാൻ പറയാം, സഭ 7 ദിവസത്തെ ഉപവാസത്തിന് ശേഷം get ready for a great outpouring of Holy Spirit. പരിശുദ്ധയാത്മാവിൻ്റെ വലിയൊരു പകർച്ചയ്ക്ക് വേണ്ടി സഭ റെഡിയാകുവാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രവചനാത്മാവിൽ ഞാൻ ഹല്ലേലൂയ സഭയോട് ദൈവത്തിൻ്റെ ദൂതറിയിക്കുകയാണ്. We love you Jesus. രാബാഷ്. എന്തിനാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ പകർന്ന് പ്രാഥമികമായി ആ വാക്യത്തിൽ കൊടുക്കുന്നതനുസരിച്ച് എൻ്റെ സാക്ഷികളാകാൻ വേണ്ടിയാണ്. ബീയിങ് മൈ വിറ്റ്നസ്. അത് ഹല്ലേലൂയ സുവിശേഷം പറയുവാൻ പ്രാപ്തിയുള്ളവരുണ്ട്, മറ്റുള്ളവരോട് പോയി ഇടിച്ചു കയറി സംസാരിക്കാറുണ്ട്. പക്ഷേ ചിലർക്ക് സംസാരിക്കാനൊന്നും വലിയ പ്രാപ്തിയൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളിലൂടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതുപോലെ ആയിരിക്കും. ഞാൻ വീണ്ടും നിങ്ങളെ ആ വാക്യത്തിലേക്കൊന്ന് ഇറങ്ങുവാൻ സഹായിക്കുകയാണ്. ശക്തി ലഭിച്ചിട്ട് ആദ്യം എവിടെയാണ്? യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. എന്താണ് നിങ്ങൾ ആ സ്ഥലം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഓർഡർ എന്ന് നോക്കിക്കേ. ആ സ്ഥലം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഓർഡർ ആദ്യം എവിടെയാണ്? യെരുശലേമിൽ, യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഹല്ലേലൂയ. യഹൂദിയ ശമരിയ എന്ന് പറയുന്നത് 2 പ്രൊവിൻസുകളാണ്.
ഹല്ലേലൂയ. ഷാർജ, അബുദാബി, ദുബൈ എന്ന് പറയുന്നത് പോലെ ഹല്ലേലൂയ എമിറേറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ യഹൂദ്യ ഒരു എമിറേറ്റ് ആണ്, ശമരിയ ഒരു എമിറേറ്റ് ആണ്. പക്ഷേ യെരുശലേം എന്ന് പറയുന്നത് ഒരു ലോക്കൽ പ്ലേസ് ആണ്. ഇവിടുത്തെ ഒരു ലോക്കൽ പ്ലേസിന്റെ പേര് പറ. മുസ്തഫ. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ ശ്രദ്ധിക്കുക, മുസ്തഫ, അബുദാബി, ഷാർജ എന്ന് പറയത്തില്ല. പറയൂ? ഇല്ല. അതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? ദുബൈ അല്ലെങ്കിൽ അബുദാബി, ദുബൈ, ഷാർജ, അങ്ങനെയാണ് പോകുന്നത്. റാസൽ ഖൈമ, അങ്ങനെയാണ് പോകുന്നത് അതിൻ്റെ ഓർഡർ. പക്ഷേ ഇവിടെ ഒരു ലോക്കൽ പ്ലേസിനെ ആദ്യമായിട്ട് പറയുക. ആ ഓർഡർ അങ്ങനല്ല, പ്രൊവിൻസുകളുടെ ഓർഡർ അല്ല കൊടുത്തിരിക്കുന്നത്. യെരുശലേമിനെയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. യഹൂദിയിൽ എല്ലായിടത്തും, ശമരിയിൽ. ഇങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നു, യഹൂദിയിൽ എല്ലായിടത്തും, ശമരിയിലും ഗലീലയിലും എന്ന് പറഞ്ഞാൽ മതി. അതാണ് അതിൻ്റെ റിയൽ ഓർഡർ. പക്ഷേ ഒരു ലോക്കൽ പ്ലേസിനെ അവിടെ എടുത്താദ്യം പറഞ്ഞിരിക്കുന്നത്, പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അവിടെയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്, അവിടെയാണ് ഞങ്ങളുടെ നേതാവ് മുറിവേറ്റത്, അവിടെയാണ് അവൻ്റെ ശരീരം പിച്ചി ചീന്തപ്പെട്ടത്. അവിടെ നീ അത്ഭുതമാകും എന്നാണ് ശിഷ്യന്മാരോട് പറയുന്നത്. നിങ്ങളുടെ നേതാവിനെ വലിച്ചു കീറി കൊന്നില്ലേ? ഹല്ലേലൂയ. അവൻ കാൽവരിയിലേക്ക് മരക്കുരിശ് ചുമന്നുകൊണ്ട് പോയില്ലേ? 3 ആണികളുമേൽ അവൻ തൂങ്ങിയില്ലേ? 5 മുറിവുകളാൽ അവൻ കിടന്ന് തേങ്ങിയില്ലേ? ആ മുറിവേറ്റ സ്ഥലത്ത് തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി അത്ഭുതമാകും. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്താണെന്ന്? പരിശുദ്ധയാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വരുമ്പോൾ, ദൈവം വഴി തുറക്കുമ്പോൾ, ദൈവം നിങ്ങളെ ആദ്യം ഉയർത്തുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മുറിവേറ്റെടുത്തായിരിക്കും. അബുദാബിയിൽ കണ്ണുനീരൊഴുക്കിയവനെ ഉഗാണ്ടയിൽ കൊണ്ടല്ല അനുഗ്രഹിക്കുന്നത്. അബുദാബിക്ക് വേണ്ടി കരഞ്ഞവന് അബുദാബിക്ക് വേണ്ടി വർഷങ്ങളായി കണ്ണുനീരൊഴുക്കുന്നവനെ അങ്ങുകൊണ്ടല്ല ദൈവം ഉപയോഗിക്കുന്നത്. അബുദാബിക്ക് വേണ്ടി കരഞ്ഞവനെ അബുദാബിയിലെ ഉപയോഗിക്കും. യെരുശലേമിൽ മുറിവേറ്റവനെ യെരുശലേമിൽ ദൈവം ഉയർത്തും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഹല്ലേലൂയ വർക്ക് ചെയ്യുന്ന ഓരോ ഓഫീസിലും നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓഫീസിൽ ദൈവത്തിന് പലപത്തേക്ക് മാറ്റാൻ സമയം കാണും, അല്ലെങ്കിൽ മാറ്റുകയായിരിക്കാം. പക്ഷേ അവിടെ ഉയർത്തിയിട്ട് ദൈവം അവിടെ നിന്ന് മാറ്റും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഇല്ലേലും കുഴപ്പമില്ല, വേറെ എവിടെയാണെങ്കിലും പോയാൽ മതി. നോ, ദൈവത്തിന് ചില വാശിയുണ്ട്. ഒഴിഞ്ഞ വലയുമായി നിന്ന പത്രോസിനോട് നീ വലയെടുക്ക്, വള്ളമെടുക്ക്, നമുക്ക് അടുത്ത കടവിൽ പോയി മീൻ പിടിക്കാമെന്നല്ല പറഞ്ഞ്. ഹല്ലേലൂയ. ഒഴിഞ്ഞ വല, കഴുകിയ വല എടുത്തിട്ട് പറഞ്ഞു, അതേ വല കൊണ്ട്, അതേ വള്ളം കൊണ്ട്, അതേ വ്യക്തിയെ കൊണ്ട് നിങ്ങൾ ഒരു പെരുത്ത മീൻകൂട്ടം കാണാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ, അത് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇവിടെ വ്യാപരിച്ചു നിൽക്കുന്ന അഭിഷേകമാണ് ഇതൊരു പ്രവചനമാണെന്ന് തെളിയിക്കുന്നത്. ആമേൻ, 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 ആമേൻ. നിങ്ങൾ സാക്ഷികളാകാൻ തയ്യാറായിക്കോ, നിങ്ങൾ അത്ഭുതമാകാൻ തയ്യാറായിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെരുശലേമിന്റെ ഓരോ വീതികളിലും യേശുവിനെ കല്ലെറിഞ്ഞ വീതിയിൽ, യേശുവിനെ പള്ളു പറഞ്ഞ വീതിയിൽ, യേശുവിനെ അപവാദം പറഞ്ഞ വീതിയിൽ, യേശുവിനെ തൻ്റെ കുരിശുമരം ചുമന്നുകൊണ്ട് ഗോൽഗോഥയിലേക്ക് നടന്ന വീതിയിൽ തൻ്റെ ശിഷ്യന്മാരായ 12 പേരും ഓടി നടന്ന് അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. എന്നിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഞങ്ങൾ വിശ്വാസത്താൽ പറഞ്ഞ വാക്കുകളിലെ, അഭിഷേകത്താൽ പറഞ്ഞ വാക്കുകളിലെ, അതാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറയത്തക്ക രീതിയിൽ ദൈവാഭിഷേകത്തിൻ്റെ ചലനം ഹല്ലേലൂയ ഈ തെരുവീതികളിൽ സംഭവിപ്പിക്കുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അബുദാബിയെക്കുറിച്ച് ദർശനം കണ്ടവരെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്നു. അവർ അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ദൈവം വ്യാജം പറയുന്നവനല്ല. നിന്റെ ജീവകാലത്ത് അത് കണ്ടിട്ട് നീ ഇവിടെ നിന്ന് മടങ്ങൂ.
അഭിഷേകം നിറവ് കൂടുന്നതിൻ്റെയും അഭിഷേകത്തിൻ്റെ നിറവ് കൂടുവാനും സഭ വളരുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാനുമുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ആത്മഭാരമാണ്. ആത്മഭാരമുണ്ടോ സഭ വളരും. ആത്മഭാരമുണ്ടോ നിങ്ങളിലൂടെ അത്ഭുതം നടക്കും. യേശു അത്ഭുതം ചെയ്തത് അവൻ ദൈവപുത്രനാണെന്ന് കാണിക്കാനോ അത് അങ്ങനെ ഒരു ലക്ഷ്യം അതിനുണ്ടെങ്കിൽ തന്നെയും ഹല്ലേലൂയ ഞാൻ വലിയ അത്ഭുതക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ല. ഹി വാസ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ. അവൻ സ്നേഹം കൊണ്ട് മറ്റുള്ളവരുടെ നരകം മാറ്റാൻ വേണ്ടി, നിത്യജീവൻ അവരെ അവകാശമാക്കാൻ വേണ്ടി അവരെക്ക് വേണ്ടി അത്ഭുതം ചെയ്തത്. ഹല്ലേലൂയ. പേര് വലുതാക്കാനും ഹല്ലേലൂയ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ലക്ഷ്യബോധങ്ങളുള്ള ഹല്ലേലൂയ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ദൈവദാസനെയും ദാസയെയും വളരെയേറെ അഭിനന്ദിക്കുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ പല സഭകൾ കണ്ടിട്ടുണ്ട്. അവരെല്ലാം ഈ രാജ്യത്തെ ഹല്ലേലൂയ അവരുടെ കറവ പശുവാക്കി മാറ്റുന്നവരാണ്. പക്ഷേ ഈ രാജ്യത്ത് വന്ന് ഈ രാജ്യത്തിന് വേണ്ടി കരയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാജ്യത്തും ആത്മാവിൻ്റെ കൊയ്ത്തുണ്ട്. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രവും ദൈവം ഇവിടെ നിർത്തും. ഹല്ലേലൂയ. ഒരു മുതലാളിയുടെയും സ്റ്റാഫാകാതെ ദൈവത്തിൻ്റെ സ്റ്റാഫായിട്ട് ദൈവം ഇവിടെ നിർത്തുവാൻ ബലമുള്ളവനാണ്. സ്വർഗം പ്രൊവൈഡ് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അവൻ്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ ആദ്യമായി സംഭവിക്കുന്നത് എന്താണ്? ആദ്യമായി സംഭവിക്കുന്നത് ഹല്ലേലൂയ 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. അപ്പോൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നവരുടെ മേലാണ് ശക്തി പകരപ്പെടുന്നത്. അവിടെ കാണുന്നത് ഐക്യതയാണ്. അവരിയ്ക്കുന്നത് ഹല്ലേലൂയ വാഗ്ദത്തം കേട്ടു എന്നുള്ളത് ശരി തന്നെയാണ്. ഹല്ലേലൂയ അവരുടെ മേൽ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ റൂമിൽ തളം കെട്ടി നിൽക്കുന്നത് ഹല്ലേലൂയ ലജ്ജയും ഭയവുമാണ്. കാരണം എന്താണ്? അവർ എല്ലാം അടച്ചിരിക്കുക, നാളെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയത്തില്ല. പക്ഷെ അവർ പ്രാർത്ഥിക്കുകയാണ്. 10 ദിവസം പ്രാർത്ഥിച്ചതിന് ശേഷം വലിയ ഒരു ആരവത്തോടു കൂടി പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അപ്പോൾ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യം പെട്ടെന്നായി. മനസ്സിലായോ? സിമ്പിളാണ്. എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന്. അപ്പോൾ ഈ പെട്ടെന്ന് സംഭവിക്കാത്ത എന്താ? ഒന്നിച്ചു കൂടാത്തതുകൊണ്ട്. ഒരു മനസ്സോടെ ഒന്നിച്ചു കൂടി നമുക്ക് ഈ ദേശത്തിന് വേണ്ടി കരയാം. അപ്പോൾ ഈ ദേശത്തിന് വേണ്ടത് ഇവിടെ ദൈവം ഇറക്കും. ജോൺ വെസ്ലിയുടെയും ചാൾസ് വെസ്ലിയുടെയും ഒക്കെ സമയത്ത് അവർ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ താമസിച്ച ഹോട്ടൽ മുറിയുടെ ഇപ്പറേ താമസിച്ചവർ കരയാൻ തുടങ്ങി. എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവർ പറയാ ബിയർ കിട്ടാത്തതുകൊണ്ടോ മദ്യം കിട്ടാത്തതുകൊണ്ടോ അല്ല അവർ കരഞ്ഞത്, ആഹാരം കിട്ടാത്തതുകൊണ്ടല്ല. അവരോട് സെക്യൂരിറ്റി വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഭാവിയാണ്. വെറുതെ ഇരുന്ന മനുഷ്യൻ എങ്ങനെ മനസ്സിലായി ഭാവിയാണെന്ന്? നിങ്ങളുടെ സാന്നിധ്യം മതി. നിങ്ങൾ അഭിഷേകത്തിൽ നിറഞ്ഞവരാണെങ്കിൽ നിങ്ങൾ കൈ കൊടുത്താൽ മതി. നിങ്ങൾ നോക്കിയൊന്ന് ചിരിച്ചാൽ മതി. നിങ്ങളുടെ മുഖത്തെ സന്തോഷം കണ്ടാൽ മതി. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നു എന്ന് ചോദിക്കുന്നവർ കാണും. അന്നേരം പറയണം, യേശുവാണ് എൻ്റെ സന്തോഷത്തിൻ്റെ ഉറവിടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയുക. പക്ഷെ അങ്ങനെ പ്രാപ്തിയില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഹല്ലേലൂയ കൈ കൊടുക്കുമ്പോൾ ഉള്ളിലൊന്ന് പ്രാർത്ഥിച്ചേക്കണം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചാൽ ആ മനുഷ്യനെ ദൈവത്തിലേക്ക് നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഒന്നിച്ചു കൂടി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഹല്ലേലൂയ ആകാശത്തു നിന്ന് മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഹല്ലേലൂയ. അതിനു മുമ്പ് നമ്മൾ കാണുന്നത് ഹല്ലേലൂയ അവർ ഇരുന്ന വീട് മുഴുവനും നിറച്ചു.
അവരിരുന്ന വീട് മുഴുവനും നിറച്ചു, കൂടിയിരുന്ന റൂം മുഴുവനും ദൈവ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങി. അങ്ങനെ ചലിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുന്നവർക്ക് മേലെല്ലാം പരിശുദ്ധാത്മാവ് ആവസിച്ച് അവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുവാൻ തുടങ്ങി. അവർ ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. ഞാൻ വായിക്കുന്നത് ബൈബിളിൽ നിന്നാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രമാണ്, വേറെ ഉദാഹരണങ്ങളോ മറ്റൊരു കാര്യങ്ങളോ പറയുന്നില്ല. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് പല തെറ്റായ പഠിപ്പിക്കലുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. ഇത് നിന്നുപോയെന്നും ഇതില്ലെന്നും. നോ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം ഉപയോഗിക്കും. സഭ ഒരു കാര്യം മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ ദൈവം നേരിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെല്ലാം ദൈവത്തിനെതിരെയായിരുന്നു, അല്ലേ? ദൈവം പറയുന്ന കേൾക്കത്തില്ല, ദൈവം നിർത്തിയവരെ അനുസരിക്കത്തില്ല. കർത്താവായ യേശു ദൈവത്തിൻ്റെ പ്രതിരൂപമായി പുത്രനാം ദൈവം ഈ ലോകത്തിലേക്ക് പിതാവിനെ വെളിപ്പെടുത്താൻ ഇറങ്ങി വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവമുണ്ട്, നീ വേണ്ട. മനസ്സിലായോ? യേശുവിനെ വേണ്ട. യേശുവിനെ പിടിച്ച് ക്രൂശിച്ചു കൊന്നു. യേശുവിനെ അവർ അംഗീകരിച്ചില്ല. യേശു കരേറിപ്പോയി പരിശുദ്ധാത്മാവിനെ അയച്ചു. ഇപ്പോൾ പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവില്ല. കർത്താവ് എന്ത് പ്രസന്റിലി ചെയ്യാൻ തുടങ്ങുന്നോ അതിനെതിരെയായിരിക്കും കൂടുതൽ വിമർശനം വരുന്നത്. അതിനെതിരെയായിരിക്കും നാട്ടുകാർ മുഴുവൻ വിളകി വരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ട്, അതിൻ്റെ അഭിഷേകം ഉണ്ട്. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണം, അതിന് ഡ്യൂപ്ലിക്കേറ്റ് കാണും. അതൊന്നുമല്ല. ദൈവമേ, നീ എന്നെ അഭിഷേകത്തെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ട്. നിങ്ങളെ തകർക്കാൻ ലോകത്തിലെ സാഹചര്യങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങളുടെ കണ്ണുനീരിന് നിങ്ങളെ തകർക്കാൻ പറ്റത്തില്ല. സാഹചര്യങ്ങൾ എത്ര മാറിയാലും ഈ ആത്മാവിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? എഫെസ്യ ലേഖനത്തിൽ ഈ ആത്മശക്തിയുടെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് പൗലോസ് ഒരു കാര്യം പറഞ്ഞുണ്ട്. ഇതേ ആത്മാവ് യേശുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അതിൽ കൂടുതൽ ഒരു എക്സാമ്പിൾ പറയാൻ പരിശുദ്ധാത്മ ശക്തിക്കില്ല. അതിൽ കുറഞ്ഞ ഒരു പവർ അല്ല ഇത്. കർത്താവ് ആ ശക്തിയാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഹല്ലേലൂയ. പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേലും പറഞ്ഞു. സോ ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ. നിങ്ങളുടെ മേൽ ഇട്ടിരിക്കുന്ന തീ ഇൻഡിവിജ്വലാണ്. അതായത് കെയർ ഓഫിലല്ല. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തത് ഡയറക്റ്റാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ അഭിഷേകമല്ല മകളിൽ വ്യാപരിക്കുന്നത്. പിതാവിൻ്റെ അഭിഷേകമല്ല മക്കളിൽ വ്യാപരിക്കുന്നത്. ഭർത്താവിൻ്റെ അഭിഷേകമല്ല ഭാര്യയിൽ വ്യാപരിക്കുന്നത്. ഭാര്യയുടെ അഭിഷേകമല്ല ഭർത്താവിൽ വ്യാപരിക്കുന്നത്. Anointing is individual and that is personal relationship with God. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ദൈവം ഒരു തീ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കുള്ളിൽ ഒരു തീയുണ്ട്. അത് ഹല്ലേലൂയ പിതാവും മാതാവും പ്രാർത്ഥിച്ചാൽ അത് കത്തത്തില്ല. അത് സ്വന്തമായി മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ തീ വർദ്ധിപ്പിക്കണം. ഈ തീ നിന്നിൽ ആളി കത്തും. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അത്ഭുതം ചെയ്യാൻ വേണ്ടി അല്ല പ്രാഥമികമായി നമ്മുടെ മേലുള്ളത്. നമ്മൾക്ക് പലരും തെറ്റിദ്ധാരണകളാണ്. ഹല്ലേലൂയ. നല്ലതുപോലെ കൈയടിക്കാനും നല്ലതുപോലെ ആരാധിക്കാനും നല്ലതുപോലെ ചാടാനും നല്ലതുപോലെ നൃത്തം ചെയ്യുവാനും അല്ല പരിശുദ്ധാത്മാവ് പ്രാഥമികമായി നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. നമ്മളെ വിശുദ്ധനായി ജീവിക്കാൻ നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ്. ആദ്യമായി കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്ന 3 അധ്യായങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം വീട്ടിൽ പോയി വായിക്കുക. 15, 16, 16 അധ്യായങ്ങളിൽ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ കാര്യസ്ഥനായി നിങ്ങളോട് കൂടെയിരിക്കും. അവൻ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അവൻ സകല സത്യത്തിലും വഴി നടത്തും. ഇതെല്ലാം കഴിഞ്ഞാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ ഞങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം എന്താണ് നമ്മൾ ചെയ്യുന്നത്? അവൻ നമ്മളെ നല്ല വിശുദ്ധരാക്കി മാറ്റും. നമ്മുടെ അരിശം കുറയ്ക്കും. ഹല്ലേലൂയ. നമ്മുടെ അസൂയ കുറയ്ക്കും. നമ്മുടെ കയ്പ് കുറയ്ക്കും. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കും. ജീസസ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പറയുന്ന അന്യഭാഷ നിങ്ങളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ അത് പറയാതിരിക്കുക ഭേദം. നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തിന് നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് വേറെ ആർക്കും ഉപകാരപ്പെടത്തില്ല.
പക്ഷേ നിങ്ങളെ മാറ്റി ഇത് നിറഞ്ഞ് കവിഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ അത് അനുഭവിക്കാൻ തുടങ്ങും. ദുഷ്ടശക്തികൾ നിങ്ങളെ അടുക്കത്തില്ല. ശിവന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിങ്ങൾ കയറി ചെല്ലുന്ന ഭവനങ്ങളിൽ പൈശാചിക മണ്ഡലമുണ്ടെങ്കിൽ അഴിഞ്ഞു മാറും. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ മേൽ ഡീമൺ പൊസഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അങ്ങനെ ഒരു വിശുദ്ധ തലമുറ ഈ ഹല്ലേലൂയ സഭയിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ, എഴുന്നേറ്റ് വരട്ടെ, എഴുന്നേറ്റ് വരട്ടെ. ഇൻഡിവിജ്വലായി നമ്മളെ നിറയ്ക്കുന്ന ഒരു പവർ, ഇൻഡിവിജ്വലായി നമ്മളെ നിറയ്ക്കുന്ന ഒരു പവർ. അത് വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു അധ്യായം പറഞ്ഞു തരും, ഒരു ചാപ്റ്റർ. അത് പറഞ്ഞു തരുമ്പോഴത്തേക്കും അത് സൂക്ഷ്മമായി വായിക്കുക. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഹല്ലേലൂയ 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് അങ്ങ് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പരിശുദ്ധാത്മാവ് എങ്ങനെയാണ്. ഞാൻ ഒന്ന് ഓടിച്ച് അതിനകത്തോടെ പോകാം. റോമാലേഖനം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 1 മുതൽ വായിക്കാൻ സമയമില്ല, അതുകൊണ്ട് നമുക്ക് 4 മുതൽ ഒന്ന് വായിക്കാം. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടത് തന്നെ. അപ്പോൾ നമ്മുടെ നടപ്പ്, ഈ നടപ്പ് എന്ന് വേദപുസ്തകം പറയുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ നടപ്പ് അവിടെ പരിശുദ്ധാത്മാവ് മാറ്റുകയാണ്. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പോൾ നമ്മുടെ ചിന്ത ആത്മാവിലായി. ഇതെല്ലാം ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് സ്വിച്ച് ആയാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ചിന്ത എന്തായി? ആത്മാവിലായി. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുയേശുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ നമ്മുടെ നടപ്പ് മാറി, ചിന്ത മാറി, എന്ത് മാറി? പിന്നെ സ്വഭാവം മാറി, സ്വഭാവം മാറി. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം നമ്മൾ കാണുന്നത് 14-ാമത്തെ വാക്യത്തിലാണ്. അടുത്ത കാര്യം, ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയണമെങ്കിൽ നടപ്പ് മാറണം, ചിന്ത മാറണം, സ്വഭാവം മാറണം, എങ്കിലേ മക്കൾ എന്ന് പറയാൻ പറ്റൂ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്നതായത്. അപ്പം എൻ്റെ ചിന്ത ഇതുവരെ മാറിയില്ലല്ലോ. അങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. സിമ്പിൾ. കർത്താവെ എനിക്കെൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവെ എനിക്കെൻ്റെ ആരിശം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു നോക്കിക്കേ. അത് കുറഞ്ഞു വരും. ഇനി അങ്ങനെയും കുറയുന്നില്ലെങ്കിൽ അത് കുറയ്ക്കാനുള്ള സാഹചര്യം ദൈവമായിട്ട് ഒരുക്കും. നമ്മളെ ദൈവം ശരിക്കും മാറ്റും. നമ്മൾ എത്ര വലിയ വേന്ദ്രന്മാരാണെങ്കിലും കർത്താവ് അങ്ങനെയുള്ള സാഹചര്യം. ഞാൻ ചോദിക്കട്ടെ, മോശ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. ഒറ്റ ഇടിക്ക് ഒരുത്തനെ കൊന്നവനാ. സാധാരണ മനുഷ്യനെയല്ല കൊന്നേ, ഒരു പടയാളിനെയാണ് കൊന്നേ. അവിടുത്തെ ആയോധന കല എന്ന് പറഞ്ഞാൽ ലോകപ്രശസ്തമാണ്. അവിടുത്തെ ആയോധന കല പഠിച്ച ആളാണ് മോശ. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇടിച്ചു കൊന്നത്. ഇടിച്ചു കൊന്നവൻ മരുഭൂമിയിലേക്ക് പോയി. അവിടെ ആരെ ഇടിക്കാനാ? കൈ ചുരുട്ടി മണലിടിക്കുമല്ലാതെ ഒരു രക്ഷയില്ല. ആടിനെ കൊന്നുകളയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇത്രയോ പ്രശ്നം ഉണ്ടാക്കും. ഒറ്റയ്ക്ക് കൊണ്ടിട്ട് അവൻ്റെ ആരിശമെല്ലാം അവനിൽ നിന്ന് പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷം 40 വർഷം കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മോശയെ കാണുന്നത് അവനെ പോലെ സൗമ്യനായ മനുഷ്യൻ ലോകത്തില്ലായിരുന്നു. യേശു മാറ്റും. അത് യേശു മാറ്റും. നമ്മുടെ സ്വഭാവമൊക്കെ മാറ്റി നമ്മളെ സുന്ദര കുട്ടപ്പന്മാരാക്കും, നല്ല സ്വഭാവികളാക്കി മാറ്റും. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ അവൻ്റെ മക്കളാകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്, 15-ാമത്തെ വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെയല്ല നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിലാണ് നമ്മുടെ ദൈവത്തെ എന്തെന്ന് വിളിക്കുന്നത്? അപ്പാ പിതാവേ. നമ്മൾ തമ്പുരാനേന്നോ ഈശ്വരാനോ ഭഗവാനേന്നോ അല്ലെങ്കിൽ ദൈവമേ എന്നൊന്നും അല്ല വിളിക്കുന്നത്. നമ്മൾ ഇച്ചിരിയോടെ ഡിയർ ആൻഡ് നിയറാണ്. നിങ്ങൾ നിങ്ങളുടെ ഡാഡിയെ, നിങ്ങളുടെ പപ്പയെ എങ്ങനെ വിളിക്കുന്നു? അതേ വികാരത്തിൽ, അതേ ആർദ്രതയോടെ, അതേ സ്നേഹത്തോടെ നിങ്ങളുടെ ഹല്ലേലൂയ ദൈവത്തെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാം. നിങ്ങളുടെ അപ്പനോട് പറയാൻ പറ്റുകയില്ലാത്ത കാര്യം പോലും അവൻ ചെവി കൊണ്ട് കേൾക്കും. അത് ഈ പരിശുദ്ധാത്മാവ നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. 16-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? നാം ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ
സാക്ഷ്യം പറയുന്നു. അപ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ആരും ഇല്ലാതെ, ഒരുത്തരും സപ്പോർട്ടില്ലാതെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കരയുക. അന്നേരം അകത്തിരുന്ന് ഒരുത്തൻ പറയും, നീ തന്നെ അല്ല മോനെ, മോളെ നീ തന്നെ അല്ല, നീ എൻ്റെ മകളാണ്, നീ എൻ്റെ മകനാണ്. ഹോ, അഭിഷേകത്തിൻ്റെ തലം കണ്ടോ? ഇത് പ്രീച്ച് ചെയ്യാനുള്ളതല്ല, പ്രീച്ച് ചെയ്യാൻ മാത്രമുള്ളതല്ല ഈ അഭിഷേകം. രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അതൊക്കെ വേറെ ഡൈമെൻഷനാണ്. നമ്മളെ ഇത് അടിമുടി മാറ്റിക്കളയും. ആത്മാവിൻ്റെ വലിയ വലിയ ഒരുക്കങ്ങൾ ഇന്ന് ഈ ആദ്യത്തെ രാത്രി ഉണ്ടാകട്ടെ. നമുക്കളെങ്കിലോ അവകാശികളും, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നവിടെയാണെന്നറിയാവോ? നല്ല ജോലിയിലല്ല, നല്ല വീട് വെക്കുന്നതിലല്ല, നല്ല വൈവാഹിക ബന്ധങ്ങളിലല്ല. ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിത്തരും. ഇതെല്ലാം ഈ അഭിഷേകത്തിൻ്റെ ഭാഗമായിട്ട്, പാക്കേജായിട്ട് നമുക്കുണ്ട്. ഇത് എത്തിച്ചേർക്കുന്നത് നിത്യതയിലാണ്. സോ ഹോളി സ്പിരിറ്റ് ഈസ് വിത്ത് യു. നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? അങ്ങോട്ട് എത്തിക്കാൻ. നമ്മുടെ ആത്മസമ്മേളനം കൊണ്ടോ, നമ്മുടെ ധ്യാനം കൊണ്ടോ, നമ്മുടെ കണ്ണടച്ചിരുന്ന് ശ്വാസം വലിച്ചാലൊന്നും നമ്മുടെ സ്വഭാവം മാറത്തില്ല. ഇത് മാറണമെങ്കിൽ ഇദ്ദേഹം നമ്മുടെ കൂടെ വേണം. ഹല്ലേലൂയ. നമ്മളെ നല്ല വഴിയിൽ നടത്താൻ, അങ്ങോട്ട് പോകരുതെന്ന് പറയാൻ, അത് പറയരുതെന്ന് പറയാൻ നമ്മുടെ കൂടെ എപ്പോഴും അവനുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അവസാനം എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. 29-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഇപ്പോൾ മനസ്സിലായോ? നടപ്പ് മാറ്റി, ചിന്ത മാറ്റി, സ്വഭാവം മാറ്റി, മക്കളാക്കി. ഇത് നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകണേ? ക്രിസ്തുവിനെ പോലെ അവൻ്റെ തലയോളം വളരാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മളെ സഹായിക്കുകയാണ്. ഇതാണ് ഈ പെന്തക്കോസുകാർ അന്യഭാഷയെ മാത്രം ഒതുക്കിക്കളഞ്ഞത്. പാട്ട് പാടിയിട്ട് അവസാനത്തെ 4 സ്റ്റാൻസ് 4 പ്രാവശ്യം പാടിയിട്ട് ഒരു അന്യഭാഷ ഉണ്ടല്ലോ. പല ചർച്ചിലും അഭിഷേകം അതുകൊണ്ട് തീരുക. പിന്നെ തോന്നിയ പോലെ ജീവിക്കും. അന്യഭാഷ പറയുന്നവരെല്ലാം വീട്ടിൽ പോയി അന്യായ ഭാഷ പറയും. ആവശ്യമില്ലാത്ത സംസാരങ്ങളും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളും നടത്തും. എന്നിട്ട് പിന്നെയും തിരിച്ചു വന്ന് ഞായറാഴ്ച അന്യഭാഷ പറയും. നോ, ഇതാണ് അതിൻ്റെ ക്ലൈമാക്സ്. ക്രിസ്തുവിനെ പോലെ നിന്നെ ആക്കി തീർക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം. അതിനുള്ള സൈനാണ് അന്യഭാഷയിൽ ദൈവം നിങ്ങളെ നിറച്ചിരിക്കുന്നത്. അങ്ങോട്ടായിത്തീരാനുള്ള ഒരു വലിയ ടൂളാണ് ഈ അന്യഭാഷ എന്ന് പറയുന്നത്. അങ്ങോട്ട് ഞാൻ പ്രവേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണ് പറയുന്നത് 28-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവർക്ക് വിഷയമല്ല, സാഹചര്യം മാറി പറഞ്ഞാൽ അവർക്ക് വിഷയമല്ല. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിന് എന്തോ പദ്ധതി ഉണ്ടെന്ന് അവർക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളുടെ പിന്നിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. യേശുവിനോട് ഒന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പ്രഥമ രാത്രിയിൽ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധാത്മാവിനെ എന്നെ ഒന്ന് മാറ്റണം. എൻ്റെ ജീവിതത്തിൽ മാറ്റപ്പെടുവാനുള്ള എല്ലാ കാര്യങ്ങളും അറുത്ത് മാറ്റണം. എന്നെ കർത്താവിൽ ഹല്ലേലൂയ വലിയ ശക്തനാക്കി നിർത്തുവാൻ ദൈവം എന്നെ സഹായിക്കണം. എൻ്റെ ദുഷിച്ച സ്വഭാവം ആർക്കറിയാവുന്നത്? നമുക്കറിയാം. നമ്മളെവിടെയാ പോക്കെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാം നമ്മൾ എവിടെയാണ് പൊട്ടിത്തെറിക്കുന്നത്, നമ്മൾ എവിടെയാണ് പരാജയപ്പെടുന്നത്. ആ സ്ഥലം ദൈവത്തിൻ്റെ കരങ്ങളിൽ കേൾപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇവിടെ എനിക്ക് ഒരു വലിയ വിജയം ആവശ്യമാണ്. എങ്ങനെയാ ദൈവം വിജയം തരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹല്ലേലൂയ. മോശ വിക്കുള്ളവനായിരുന്നു, അല്ലേ? ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അങ്ങനെ കൂടെ ഇരുന്നിട്ട് അവന് സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവൻ 40 വർഷം സംസാരിച്ചു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബലഹീനതയെ മറച്ചാൽ പിന്നെ ഒറ്റ ഒരുത്തത് മനസ്സിലാകത്തില്ല.
ഹേയ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിലെ ഇസ്രായേൽ ഗണങ്ങൾ ആരും എഴുന്നേറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, നീ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് ആരും പറഞ്ഞില്ല. ഓ, യേശു മാറ്റിയാൽ അത് മാറ്റിയതാ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അത് മാറ്റിയതാണ്. ഏറ്റവും വലിയ ഉദാഹരണം ഈ പാസേജിൽ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. ചെറിയൊരു പെൺകുട്ടിയുടെ മുന്നിൽ എനിക്ക് യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ പത്രോസ്, പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ പരിശുദ്ധ ആത്മാവിനാൽ അവൻ ഉയർപ്പിച്ചു, അവനെയാണ് ഞങ്ങൾ സാക്ഷ്യം പറയുന്നത്. പത്രോസേ, എവിടെ നിന്നാണ് ഈ വലിയ 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 ധൈര്യം വന്നത്? ഇത്രയും പവർ വന്നത് എവിടെ നിന്നാണ്? ഇത്രയും വലിയ എന്താണ് പറയുന്നത്, ഇൻട്രോവേർട്ടായിരുന്ന അപകർഷതാ ബോധം കൊണ്ട് നിറഞ്ഞിരുന്ന പത്രോസിന് എവിടെ നിന്നാണ് ഈ ധൈര്യം വന്നത്? ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ മാറ്റിക്കളയും. വിശ്വസിക്കുന്നുണ്ടോ? ആഴമായി പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ചോ? നിങ്ങൾ തോറ്റുപോയ ഇന്റർവ്യൂവിലെല്ലാം നിങ്ങൾ ജയിക്കും. കാരണം നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇത് മാറ്റിക്കളയും. കാരണം നിങ്ങൾ ഇന്നു മുതൽ ആശ്രയിക്കുന്നത് നിങ്ങളുടെ കഴിവിലല്ല, നിങ്ങളുടെ മേൽ ദൈവം പകർന്ന അഭിഷേകത്തിലാണ്. നിങ്ങൾ ഹല്ലേലൂയ പരാജയപ്പെട്ടെടുത്തെല്ലാം നിങ്ങളെ നിർത്തി വിജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, 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 ആമേൻ. നിങ്ങളെ കൈപിടിക്കാനോ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാനോ ആരുമില്ലെങ്കിലും നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം മൂലം നിങ്ങൾ കയറിപ്പോകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. തോറ്റ തുന്നം പാടിയ പത്രോസിനെ പത്രോസ്, ഹല്ലേലൂയ, ഒന്നാമൻ പത്രോസ് എന്ന് പറഞ്ഞ് തുടങ്ങാൻ വേണ്ടി അവനെ ആക്കി തീർത്തത് അവന്റെ മേൽ വ്യാപരിച്ച അഭിഷേകമാണ്. ഹല്ലേലൂയ. നേരെ നിന്ന് യേശുവിനെ കുറിച്ച് പറയാൻ ധൈര്യമില്ലാതിരുന്നവനെ ഹല്ലേലൂയ ആയിരങ്ങൾ കൂടിയപ്പോൾ. സോ ഈ ശക്തിയുടെ പ്രത്യേകത അത് പറയാനാണ് ഞാൻ വന്നത്. പക്ഷേ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ഹല്ലേലൂയ കാര്യങ്ങൾ തീരാറായി. കാരണം ഇന്ന് ഇവിടെ വേണ്ട കാര്യങ്ങളെല്ലാം കർത്താവ് അറിയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതിന് ഒരു ഗുണമാണ്, ഇത് ലിമിറ്റേഷൻസുകളെ പൊട്ടിച്ചു കളയും. പേഴ്സണാലിറ്റിയിലുള്ള ലിമിറ്റേഷൻസ്, നിങ്ങളുടെ മേലുള്ള ലിമിറ്റേഷൻസ്, ശത്രു കൊണ്ട് നിങ്ങൾ ഒതുക്കിക്കളഞ്ഞ മേഖലകൾ ഇത് പൊട്ടിച്ച് ദൈവം ദൂരെ കളയും. ഇവിടെ ഹല്ലേലൂയ ആദ്യം പൊട്ടിയത് ഭാഷകളുടെ അതിരാണ്. കൂടി ഉണ്ടായിരുന്ന ഭാഷയിലെല്ലാം വിവിധ ജാതികളെല്ലാം വന്നിരുന്ന് അവർക്കെല്ലാം മനസ്സിലായി ഇവർ പറയുന്നത് എന്താണെന്ന്. ഭാഷയുടെ അതിര് ദൈവം പൊട്ടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. മതത്തിന്റെ അതിർവരമ്പുകളെ അവിടെ പൊട്ടിത്തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. യഹൂദ മതം വെച്ചിരുന്ന എല്ലാ ഹല്ലേലൂയ അതിർവരമ്പുകളെയും പൊട്ടിച്ചുകൊണ്ട് 2 ലക്ഷം യഹൂദന്മാരാണ് പെന്തക്കോസ്ത് പെരുന്നാളിന് അവിടെ കൂടി വരുന്നത്. 2 ലക്ഷം. ആ സമയത്താണ് 120 പേര് ഇവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. 2 ലക്ഷം പേരൊന്ന് മൂളിയാ പോരെ ഈ 120 പേരുടെ ഒച്ച ഇല്ലാതാകാൻ, ശബ്ദം ഇല്ലാതാകാൻ? അവിടെ എന്നാ ബഹളമായിരിക്കും. ആട്, കാള, മാട് എല്ലാത്തിൻ്റെയും കാർച്ചയും ബഹളവും, സംഗീതനം വായിക്കുന്നു, കുഴല്, തന്ത്രിനാഥം, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് അവിടെ. അവരെല്ലാം ഇതിങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് അതിനെ വെല്ലുന്നൊരു ശബ്ദം. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാൻ പോവുക. പരിശുദ്ധാത്മാ അഭിഷേകം ആകർഷിക്കുന്ന അഭിഷേകമാണ്. ഇത് ഈ സഭയിൽ ഇറങ്ങിയാൽ ഇങ്ങോട്ട് അനേകരെ ആകർഷിക്കും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ജനങ്ങൾക്ക് വേണ്ടത് പ്രഥമമായി നമ്മുടെ ഉപദേശങ്ങളല്ല, അവർക്ക് കാര്യങ്ങൾക്ക് വിടുതലാ വേണ്ടേ. അത് വിടുതൽ പ്രാപിച്ച് വന്നു കഴിഞ്ഞ് നമ്മൾ അവനെ ക്രിസ്തുവിൽ നല്ലവനാക്കി മാറ്റണം. കടം കയറി മുടിഞ്ഞിരിക്കുന്നവനോട് പോയി ആ സ്ഥാനപ്പെടാൻ പറയരുത്. ആദ്യം നമ്മുടെ മേൽ വ്യാപരിച്ചിരിക്കുന്ന അഭിഷേകത്താൽ അവൻ്റെ കടത്തെ മാറ്റിക്കളയണം. എന്നിട്ട് പറയണം, ഇത് ചെയ്തത് യേശുവാ, നിന്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു അത്ഭുതത്തിന്റെ വലിയ കാഴ്ചകളെ നിങ്ങൾ കാണാൻ പോവുക. ഈ അബുദാബിയിൽ നിന്ന് ഓടേണ്ട പലരെ നിങ്ങൾ പ്രാർത്ഥനയുടെ പിടിച്ചു നിർത്തും യേശുവിന്റെ നാമത്തിൽ. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പേ അങ്ങനെയുള്ള കേസുകൾ ഇവിടെയുള്ളവർ അഡ്രസ് ചെയ്യാൻ പോകുകയാണ്.
യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗവൺമെൻറ് അവർക്ക് പരിഹാരം കൊടുത്തിട്ടില്ലായിരിക്കാം, കോടതി അവരെ തള്ളിക്കളഞ്ഞു, ഹല്ലേലൂയ. അവരുടെ സ്പോൺസേഴ്സ് അവരെ തള്ളിക്കളഞ്ഞു, കമ്പനി തള്ളിക്കളഞ്ഞു, ഹല്ലേലൂയ. നിങ്ങൾ ധൈര്യമായിട്ട് പറയണം, വാ, ഞങ്ങളുടെ സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ ഇറങ്ങുന്ന ഒരു അഭിഷേകമുണ്ട്, അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിക്കളയും. ധൈര്യമുണ്ടോ? നിങ്ങളുടെ മേൽ പ്രാപിക്കുന്ന അഭിഷേകത്തിന് ഒരു ബലമുണ്ടെന്ന്. അത് ലിമിറ്റേഷൻസിനെ പൊട്ടിക്കുന്നതാണ്, അതിർവരമ്പുകളെ പൊട്ടിക്കുന്നതാണ്, അത് നിറയ്ക്കുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ നിറവ് വ്യാപരികടെ. Rakata satala brako setelebre koto setelebe brakoto setelere kebane shantelere katosmania lakate setelebe jobro koto sebre katelebre kashotol kanasia tebre ko setelbara. അത് പ്രായത്തിൻ്റെ അതിർവരമ്പുകളെ ഹല്ലേലൂയ തകർത്ത് കളഞ്ഞു. 30 വയസ്സാകുമ്പോഴാണ് യഹൂദ പുരോഹിതന്മാർ അവരോധിതരാകുന്നത്. ഹല്ലേലൂയ. 30 വയസ്സാകുമ്പോഴാണ് ഹല്ലേലൂയ പ്രവാചകന്മാർ മറ്റുള്ളവരോട് പ്രവചിച്ചു തുടങ്ങുന്നത്. യോവേൽ പ്രവാചകൻ അതിനു മുമ്പേ ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവചിച്ചു, അന്ത്യകാലത്ത് 30 വയസ്സാകുന്നവരുടെ മേൽ എന്നല്ല, സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എൻ്റെ ദാസന്മാർ മേലും ദാസിമാരുടെ മേലും ഞാൻ ആളുകളിൽ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഓ, ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. യേശുവിന്റെ നാമത്തിൽ അബുദാബിയുടെ ആകാശമണ്ഡലത്തെ ഭരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ മാറ്റി ഇവിടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങാൻ പ്രാർത്ഥിക്കും. ഈ ലോകത്തിന്റെ പ്രഭു ഹല്ലേലൂയ മറ്റുള്ളവരുടെ കണ്ണിനെ കുരുടാക്കി യേശുവിന്റെ സുവിശേഷത്തെ മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം അടച്ചു വച്ചിരിക്കുന്ന ചതമ്പലുകളെ ഹല്ലേലൂയ നിങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്ന അഭിഷേകത്താൽ മാറ്റിയിട്ട് യേശുവിന്റെ സുവിശേഷത്തെ അവർ മനസ്സിലാകത്തക്ക രീതിയിൽ ഹല്ലേലൂയ ദൈവാഭിഷേകത്തിന്റെ വലിയ ഒരു ഉണർവ് ഈ സഭയിൽ യേശുവിന്റെ നാമത്തിൽ തുടങ്ങട്ടെ. ഇത് നിറയ്ക്കുന്നതാണ്, അതിർവരമ്പുകളെ പൊട്ടിക്കുന്നതാണ്, അശുദ്ധിയെ കത്തിക്കുന്നതാണ്. ഇത് വലിയ കൂട്ടങ്ങളിൽ നിന്ന് ചെറിയ കൂട്ടങ്ങളിലേക്ക് ആകർഷിക്കുന്നതാണ്. ഹല്ലേലൂയ. 2 ലക്ഷം പേര് കൂടിയിരുന്ന കൂട്ടത്തിൽ നിന്ന് ഹല്ലേലൂയ 120 പേര് ഇരിക്കുന്ന കൂട്ടത്തിലേക്ക് 3000 പേരെ ആഡ് ചെയ്ത ഒരു ശക്തിയുണ്ട്. പ്രാർത്ഥിച്ചോ, ദൈവം വലിയത് ചെയ്യും. നിങ്ങളെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ പേഴ്സണലായി സഭയോട് പറയുന്നു, നിങ്ങളെയാണ് ഈ സ്ഥാനത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയെ രാത്രികാലങ്ങളിൽ ചില സംഭവങ്ങൾ നടന്നപ്പോൾ രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ കിടക്കയെ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞതിനെ ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നു. ഓരോ കണ്ണുനീരിനും ഓരോ കണ്ണുനീർ തുള്ളിക്കും ഓരോ കുടുംബത്തെ വെച്ച് ദൈവം നിങ്ങൾക്ക് തരും. ചിലർ പറഞ്ഞ വാക്കുകൾ നിമിത്തം, ചില പറഞ്ഞ വാക്കുകൾ നിമിത്തം, ചിലർ എഴുതിവിട്ട വാക്ഷരങ്ങൾ നിമിത്തം നിങ്ങളുടെ ഹൃദയം തകർന്നു പോയി. ഹല്ലേലൂയ. രാത്രി കാലങ്ങളിൽ പ്രാർത്ഥനയിൽ നിയന്ത്രിക്കാനാവാതെ കരഞ്ഞ് കണ്ണുനീരൊഴുക്കിയ രാത്രികാലങ്ങളെ പരിശുദ്ധ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ആ രാത്രികാലങ്ങളെ ദൈവം വലിയ ഉണർവിൻ്റെ കാലമാക്കി പരിണമിപ്പിക്കാൻ പോകുകയാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുകയാണ്. ആത്മാക്കൾക്ക് വേണ്ടി കരയാവോ? ജോലിയൊക്കെ സെറ്റിലാകും. സ്വർഗരാജ്യത്തിന് വേണ്ടി നിൽക്കാവോ? കാറൊക്കെ വരും. ആമേൻ. ദൈവത്തിന് വേണ്ടി നിൽക്കാവോ? പ്രമോഷനൊക്കെ തമ്പുരാൻ നോക്കിക്കോളും. അതൊന്നും നമ്മൾ കെയർ ചെയ്യണ്ട. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണോ? നിങ്ങൾ ഒന്നും ചെയ്യണ്ട, പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, ഇതിനെ തൊടണം, ഈ പട്ടണത്തെ ഞങ്ങൾക്ക് പിടിക്കണം, ഞങ്ങളുടെ മേൽ അതിനുള്ള ശക്തി പകരണം, ഈ ഹല്ലേലൂയ ആളിനെ തടയുന്ന ഭൂതത്തെ വെട്ടാനുള്ള ദൈവിക പവർ ഞങ്ങൾക്ക് തരണം.
റഖൻചം സിനിയ ലക്രബ ടെഷ്. ഈ അതിര് വിശാലമായപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഹല്ലേലൂയ. അതിര് വിശാലമായപ്പോൾ സംഭവിച്ച ഒരു കാര്യം കൂടെ പറയാം. ഹല്ലേലൂയ. ഇവർ ലഹരി പിടിച്ചവരാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് ഇവരെ കളിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. ഹല്ലേലൂയ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. നിങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ലഹരി പിടിച്ചവർ ആയിട്ട് ദൈവത്തെ ആരാധിക്കുന്ന അതുപോലെ ആരാധിക്കുമ്പോൾ മറ്റുള്ളവർ വന്ന് ചോദിക്കും. ഹല്ലേലൂയ. മറ്റുള്ളവർ വലിയ ആൾക്കൂട്ടം കാണുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. അന്നേരം എഴുന്നേറ്റ് നിന്ന് പറയണം, ഞങ്ങൾ കണ്ട ഹല്ലേലൂയ ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഞങ്ങൾ കണ്ട 300-ന്റെ വിഷനാണിത്. മനസ്സിലായോ? ഹല്ലേലൂയ. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഈ വചനം തന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണക്ട് ചെയ്യണം. കേട്ട പ്രവചനങ്ങൾ അത് സംഭവിക്കുമ്പോൾ കണക്ട് ചെയ്യണം. ഓ, ഇതാണ് ഞാൻ കണ്ടത്. ശമൂവേലിനെ എടുത്തു പിടിച്ച് ഹന്ന പറഞ്ഞില്ലേ, ഇതിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഉണർവ് നടക്കുമ്പോൾ, അനേകർ സ്നാനപ്പെടുമ്പോൾ, അനേകർ വന്ന് ഹല്ലേലൂയ തിരുവത്താഴത്തിൽ പങ്കെടുക്കുമ്പോൾ ഹല്ലേലൂയ പുറകിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറയണം, ഇതിനു വേണ്ടിയാണ് ഞാൻ രാത്രിയിൽ പറഞ്ഞത്, ഇതിനു വേണ്ടിയാണ് ഞാൻ യേശുവിനോട് അപേക്ഷിച്ചത്. ഈ ഹല്ലേലൂയ സഭയുടെ ഹല്ലേലൂയ കതകിനെ, ഈ സഭയുടെ വാതിലിനെ യേശുവിൻ്റെ നാമത്തിൽ ആത്മാക്കളുടെ വലിയ ആഗമനത്തിന് വേണ്ടി ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ തുറക്കുന്നു. രാജ്യങ്ങളെ നേടുന്ന, രാജ്യങ്ങൾക്ക് സ്പർശനം ചെയ്യുന്ന, രാജ്യങ്ങളിൽ സുവിശേഷം അറിയിക്കുന്ന സുവിശേഷകന്മാർ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. രാജ്യങ്ങളോട് സംസാരിക്കുന്ന പ്രവാചകന്മാർ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. പ്രിയ ദൈവദാസൻ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ, നിങ്ങളൊന്നും പേടിക്കണ്ട. ഹല്ലേലൂയ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടുന്നതിനേക്കാൾ വലിപ്പമുള്ളതാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ മേൽ അഭിഷേകം വീഴുന്നത്. കരഞ്ഞു. മാതാപിതാക്കൾ എല്ലാവരും കരയണം, കർത്താവേ എൻ്റെ കുഞ്ഞിൻ്റെ മേൽ അഭിഷേകം വീഴണമേ. ഹല്ലേലൂയ. ജനിക്കാനിരിക്കുന്നതിന് വേണ്ടി കരയണം, കർത്താവേ എൻ്റെ കുഞ്ഞിൻ്റെ മേൽ അഭിഷേകം വീഴണമേ. എൻ്റെ കുഞ്ഞിനെ നീ അഭിഷക്തനാക്കണമേ, എൻ്റെ കുഞ്ഞിനെ നീ അഭിഷക്തയാക്കണമേ. അന്യഭാഷ പറയുന്നവളാക്കി എൻ്റെ കുഞ്ഞിനെ നീ വളർത്തണമേ. അഭിഷേകമില്ലാത്തൊരു വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ അഭിഷേകം ഉള്ളവൻ കാല് വെക്കുന്നിടം വഴിയാക്കും. പരിശുദ്ധാത്മാവിനെ നിന്റെ കൂടെ കൂട്ടി നീ മാറാൻ തയ്യാറായാൽ, വിശുദ്ധിയിലേക്ക് മാറാൻ തയ്യാറായാൽ, വിശുദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് പറ്റത്തില്ലെന്ന്, ഇതൊന്നും അനുസരിക്കാൻ നമുക്ക് പറ്റത്തില്ല മാനുഷികമായി, പക്ഷേ ദൈവത്താൽ സാധ്യം. പരിശുദ്ധാത്മാവിനെ കൂട്ടിക്കോ. ഈ നമ്മളീ പറഞ്ഞില്ലേ ചങ്ക് ബ്രോ എന്നൊക്കെ പറയുന്നില്ലേ, നമ്മുടെ ചങ്ക് ബ്രോ ഹോളി സ്പിരിറ്റാ, നമ്മുടെ ബെസ്റ്റി ഹോളി സ്പിരിറ്റാ. ലജ്ജിക്കാതെ പറയണം, യു ആർ മൈ ബെസ്റ്റി. അവനെ സ്നേഹിക്കുന്നത് കാണാൻ പറ്റും. നിന്റെ കൂടെ ഉണ്ടെന്ന് തെളിവ് ചോദിക്കണം. കർത്താവേ നീ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിന് എനിക്ക് തെളിവ് വേണം. അങ്ങനെ തെളിവ് ചോദിച്ചാൽ അവൻ തെളിവ് തരും. കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നീ ഇറങ്ങി വരുന്നുണ്ടെന്ന് എനിക്ക് തെളിവ് വേണം. എൻ്റെ ജഡത്തിൽ അതെനിക്ക് അനുഭവിക്കണം, എൻ്റെ കണ്ണുകൊണ്ട് അത് കാണണം, എൻ്റെ ചെവി കൊണ്ട് കേൾക്കണം എന്ന് പറഞ്ഞാൽ അവനത് തെളിയിക്കും. അനുഭവങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല, അതുകൊണ്ട് പറയുന്നില്ല. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് വലിയ തെളിവുകളെ ദൈവം നിങ്ങൾക്ക് തരും. അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവുമായി കയറട്ടെ. അതിനാണ് നിങ്ങളെ അതിർവരമ്പുകളെ ദൈവം പൊട്ടിച്ചു കളയുന്നത്. ഹല്ലേലൂയ. ഈ അതിർവരമ്പിൻ്റെ കാര്യം ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 24-ാമത്തെ വാക്യം, 24-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. 23 നസറേനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ച് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു.
മരണം അവനെ പിടിച്ചു വെക്കുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും അവസാനത്തെ അതിരാണ് മരണം. അതിനെ വരെ നമ്മുടെ കർത്താവ് പൊട്ടിച്ചു. ഇനി അതിന് പോലും നമ്മളെ ജയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പൊസിഷനിലാണ് ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിർത്തിയിരിക്കുന്നത്. റോമാലേഖനം 8 വായിച്ചതുപോലെ പരിശുദ്ധാത്മാവിന് സഹകരിച്ച് നമ്മൾ മാറാൻ തയ്യാറായാൽ കർത്താവ് നമ്മുടെ അതിർവരമ്പുകളെ പൊട്ടിച്ചു കളയും, നമ്മളെ നിറയ്ക്കും. നമ്മൾ അവൻ്റെ നിറവിനാൽ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ കാൽ വെക്കുന്നിടം വഴിയായി മാറും. നമ്മൾ സംസാരിക്കുന്നിടം ദൈവത്തിൻ്റെ ആത്മാവിൽ കൊണ്ട് നിറയും. നമ്മൾ കൈവെക്കുന്ന രോഗികൾ സൗഖ്യമാകും. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ, നിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമെന്ന് പറഞ്ഞാട്ടെ. അത്തരങ്ങളെ തുറന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരഞ്ഞ് ദൈവത്തോട് ചോദിച്ചാട്ടെ. കർത്താവെ, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം ദൈവം പകരണമേ. റഹശതലിരിയ കർത്താവെ, അവർ തെറ്റിപ്പോകാതിരിക്കാൻ, അവർ ഹല്ലേലൂയ ലോകത്തിൻ്റെ മ്ലേച്ഛതകളിൽ പെട്ടുപോകാതിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ അധികമായിരിക്കുന്ന ദൈവീയ കൃപ അവരുടെ മേൽ പകരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാണ്. റഹശതലിരിയ, നിങ്ങളെ ഒതുക്കിയ എല്ലാ മണ്ഡലങ്ങളും ദൈവം ഇന്ന് അഴിച്ചു കളയുകയാണ്. നിങ്ങൾ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ, നിങ്ങൾ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ ഇറക്കി വിട്ട അതേ ഓഫീസിൽ തന്നെ നിങ്ങളെ തിരിച്ചു വിളിച്ച് ജോലി തരുന്ന അഭിഷേകത്തിൻ്റെ ബലം നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഓ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ, പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ആത്മബലത്തിൻ്റെ അടിസ്ഥാനം ഹല്ലേലൂയ ഹല്ലേലൂയ വിശുദ്ധിയാണ്. ആ വിശുദ്ധിയിലേക്ക് നടത്താൻ പരിശുദ്ധാത്മാവിലേക്ക് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, എന്നെ ശക്തീകരിക്കണമേ. കർത്താവേ, എന്നെ ശക്തീകരിക്കണമേ. കർത്താവേ, എന്നെ ബലപ്പെടുത്തണമേ. കർത്താവേ, കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം വ്യാപരിക്കട്ടെ, കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. സകല ജഡത്തിൻ്റെ മേലും പകരുന്ന ആത്മാവിൻ്റെ അഭിഷേകം കർത്താവേ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഓ റബ ശംദന, സ്വഭാവം മാറ്റുന്ന ഹല്ലേലൂയ, ബലഹീനതകളെ മാറ്റുന്ന ആത്മാവിൻ്റെ ബലം യേശുവിൻ്റെ നാമത്തിൽ ദൈവാഭിഷേകം വളരട്ടെ, ദൈവത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടണം. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ആത്മബലത്തിന്റെ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നത് വിശുദ്ധ പ്രജയായി തീരട്ടെ. ശിവന്റെ നാമത്തിൽ ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകത്തിന്റെ വ്യാപാരം എന്നെ വേർതിരിച്ച് വിളിക്കുന്ന ഒരു വലിയ സാന്നിധ്യത്തിന്റെ മഹത്വം ഇപ്പോൾ തന്നെ ഈ ദാസിയുടെ മേൽ പലരുടെ ബലഹീനതകൾ മാറിപ്പോകട്ടെ. Shantala kata satata la rabaka shetele rebete brebotolo rokotos satata la kata satala bata 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 തീവിടണേ. ദൈവത്തിന്റെ തീ കത്തണേ, ദൈവത്തിന്റെ തീ കത്തണേ, ദൈവത്തിന്റെ തീ കത്തണേ, ദൈവത്തിന്റെ തീ കത്തണേ. വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ, വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ, വഴികൾ തുറക്കട്ടെ, വഴികൾ തുറക്കട്ടെ. Rata setelere betam seteleri falakata satalara bakanta sete fenarakato sebreketo lobrokosh falarakete setelere be koto setelebe. ഒരു വലിയ അഭിഷേകം വീഴട്ടെ, ഒരു വലിയ അഭിഷേകം വീഴട്ടെ, ഒരു വലിയ അഭിഷേകം വീഴട്ടെ. കരൂപകളുടെ മേൽ വ്യാപരിക്കുന്ന ആരാധനയുടെ അഭിഷേകം നിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. മരണപാശങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. വഴികൾ അടഞ്ഞു നിൽക്കുന്നത് ആ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. സഭ വളരട്ടെ, സഭ വളരട്ടെ, സഭ വളരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അതിരുകൾ മാറട്ടെ. എവിടെയോ തടഞ്ഞുപോയ, എവിടെയോ നിന്നുപോയ ആത്മാവിന്റെ പ്രവാഹം യേശുവിന്റെ നാമത്തിൽ ഈ പ്രഥമ രാത്രിയിൽ തുറക്കട്ടെ. ശുശ്രൂഷകൾ മാറട്ടെ, ശുശ്രൂഷകളുടെ കൺസെപ്റ്റുകൾ മാറട്ടെ, ഡൈമെൻഷനുകൾ മാറട്ടെ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിക്കത്തക്ക രീതിയിൽ
O rabata rakata setelere keshetelere vatos. Ah. ഒരു യുവതലമുറയെ ദൈവം ഈ സഭയ്ക്ക് നൽകട്ടെ. ദൈവത്തിന് വേണ്ടി എന്തുമേതുമാകാൻ വേണ്ടി ദൈവത്തെ മണിക്കൂറുകൾ ആരാധിക്കുന്ന നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ മണിക്കൂറുകൾ ദൈവത്തെ ആരാധിക്കും. ഇന്നു മുതൽ നിന്റെ ആരാധനയുടെ തലം മാറും. ആരാധനയ്ക്ക് വേണ്ടി കരൂപകളുടെ മേൽ ഇറങ്ങി നിൽക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. നിന്റെ മേൽ ആ സാന്നിധ്യം വീഴാൻ പോകുകയാണ്. നീ പാട്ട് എഴുതും, പാട്ട് എഴുതിയത് ട്യൂൺ ചെയ്യും, വലിയൊരു വർഷിപ്പ് ടീമുമായി നീ കണക്റ്റഡ് ആകും. തകർന്നു പോകുന്ന ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്ന ഒരു വലിയ ആത്മതലം നിനക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുകയാണ്. ആ സാന്നിധ്യം ഇപ്പോൾ തന്നെ അവളുടെ ശരീരത്തിന്മേൽ ഇറങ്ങട്ടെ കർത്താവേ. അവളുടെ നാവിനെ നീ തൊടണമേ. അവളുടെ ശബ്ദത്തിന്മേൽ അത് വ്യാപരിക്കട്ടെ. ഇതുപോലൊരു ശബ്ദം എവിടെയും കേട്ടിട്ടില്ലെന്ന് പറയത്തക്ക രീതിയിൽ നിന്റെ ശബ്ദത്തെ, ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർ കുറിച്ചിട്ടോ, ഈ ശബ്ദം ഇതുവരെയും ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറയത്തക്ക രീതിയിൽ ശബ്ദത്തെ മാറ്റുന്നൊരു അഭിഷേകത്തിൻ്റെ ബലം നിന്ദിച്ചവരുടെ മുന്നിൽ, പഴിച്ചവരുടെ മുന്നിൽ ദൈവം നിന്നെ ഉയർത്തും. നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുടെ മുന്നിൽ നിന്നെ എല്ലാത്തിനും കൊള്ളാകുന്നവളാക്കി ദൈവം തീർക്കും. താങ്ക് യു ഫാദർ. അപ്പനുമായിട്ടുള്ള വലിയ, സ്വർഗത്തിലെ അപ്പച്ചനുമായിട്ടുള്ള വലിയ ഇന്റിമസിയിലേക്ക് ദൈവം നിന്നെ കയറ്റും. മാറിൽ ചാഞ്ഞു കിടന്ന യോഹന്നാനെ പോലെ അവൻ്റെ ഹൃദയത്തുടിപ്പുകൾ നീ പാട്ടായി പാടും. ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങളോട് ഇടപെട്ട കൃപകൾക്കായി സ്തോത്രം. ഈ സഭയുടെ മേൽ കിടന്ന അതിർവരമ്പുകളെ ഇന്ന് നീ പൊട്ടിച്ച കൃപകൾക്കായി നന്ദി പറയുന്നു. ഈ ദേശം, പട്ടണത്തിലെ വാതിൽ പത്രോസിന് വേണ്ടി സ്വതവേ തുറന്നു എന്ന് പറയുന്നത് പോലെ ഈ പട്ടണത്തിലെ വാതിൽ ഈ സഭയ്ക്ക് വേണ്ടി സ്വതവേ ഇന്ന് രാത്രിയിൽ തുറകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപകൾക്കായി സ്തോത്രം. ദാസനെയും ദാസിയെയും കുടുംബത്തെയും ഈ പട്ടണത്തിൽ മാനിക്കണമേ. അവൻ ബഹുമാനത്തിന് യോഗ്യനാണെന്ന് അധികാരികൾ പറയത്തക്ക രീതിയിൽ ഒരു വളർച്ച ദൈവം കൊടുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ദേശത്തിലെ പ്രഭുക്കന്മാരുടെ മുന്നിൽ ദാസനെയും ദാസിയെയും ദൈവം മാനിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അവരാൽ ഈ ദാസൻ ക്ഷണിക്കപ്പെടട്ടെ. അവരാൽ പല ഫങ്ഷൻസിലും നിൽക്കുന്നതായി കർത്താവിൻ്റെ ദൂതന്മാരുടെ സഞ്ചയം, അതിനുവേണ്ടി കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവത്തെ മാനിക്കുന്നവൻ എങ്ങനെ ആയിരിക്കണമെന്ന് രാജാവ് ചോദിച്ചപ്പോൾ അതേ രീതിയിൽ മൊർദെഖായി കണിശക്കാരനാണ്. മൊർദെഖായി ദൈവം വിട്ടൊന്നുമില്ല. അവൻ ബഹുമാനത്തിന് യോഗ്യനായി തീർന്നതുപോലെ ദാസനെ ദൈവം മാനിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവ് അങ്ങനെ ചെയ്ത കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ക്ഷണിച്ച പ്രിയ ദൈവദാസനോടും സഭയോടും കേട്ടിരുന്ന എല്ലാ വ്യക്തികളോടുമുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്ന ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെയും എൻ്റെ കുടുംബത്തെ ഓർത്ത്, ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഒരു പ്രാവശ്യം കൂടെ കണ്ണുകൾ അടച്ചാട്ട്. ദൈവം ഇടപെട്ട ഇടപെടലിനായി നന്ദിയോട് സ്തോത്രം ചെയ്താട്ട്. ആത്മാക്കളുടെ എണ്ണത്തിൽ നാം കുറവാണെങ്കിലും പരിശുദ്ധാത്മാവ് സഭയോട്, വ്യക്തികളോട് ഇന്ന് പകലിൽ രാത്രി ശക്തമായി ഇടപെടാനിടയായല്ലോ. ഓരോ വാക്കുകളും ദൂതുകളും ആലോചനകളുമായിരുന്നതിനാൽ അത് ഏറ്റെടുത്ത ദൈവമക്കളുടെ ജീവിതത്തിൽ ആ വചനം
ഹൃദയത്തിൽ സംഗ്രഹിച്ചാട്ട് അത് ശക്തിയായി വ്യാപരിക്കട്ടെ. തുടർന്നുള്ള ജീവിത നാളുകളിൽ ദൈവസഭയെ, കുടുംബങ്ങളെ, വ്യക്തികളെ അതുപോലെ കർത്താവ് വിടുവിക്കട്ടെ, മാനിക്കട്ടെ, ഉപയോഗിക്കട്ടെ. കർത്താവിന് ദാസനെ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ കടന്നു വന്ന ജനത്തോട് കർത്താവ് സംസാരിച്ചതിനാൽ ഇടപെട്ടതിനായി സ്തോത്രം. സഭയോട് കർത്താവ് സംസാരിച്ചതിനാൽ ഇടപെട്ടതിനായി സ്തോത്രം. ദേശത്തോട് കർത്താവ് ഇടപെട്ടതിനായി സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ മേൽ പകരുന്ന അഭിഷേകത്തിന്റെ ശക്തിക്കായി നന്ദിയോടെ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ തലമുറകളുടെ മേൽ, സഹോദരി സഹോദരന്മാർ എല്ലാവരുടെ മേലും അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ കൂട്ടത്തെ ആകർഷിക്കത്തക്ക നിലയിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ, കൂട്ടത്തിന്റെ മേൽ, കൂട്ടായ്മയുടെ മേൽ പകരണമേ കർത്താവേ. ആളുമാറിവരെ പോലെ ദൈവത്തെ ആരാധിക്കാൻ, മടിയും മന്ദതയും ഉദാസീനതയും അലസതയും ക്ഷീണവും എല്ലാം മാറ്റിവെച്ച ദൈവത്തെ ആരാധിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കർത്താവിന്റെ അഭിഷേകം നിമിത്തം, അഭിഷേകത്തിന്റെ ശക്തി നിമിത്തം ഞങ്ങൾ പോകുന്ന ഇടങ്ങളിൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മടക്കയാത്രയിൽ കൂടെ ഇരിക്കണമേ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ അഭിഷേകം ഓരോരുത്തരെയും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നയിക്കുന്ന അഭിഷേകമായി തീരുവാൻ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഭവനങ്ങൾ കടന്ന്, കുടുംബങ്ങൾ കടന്നു ചെന്ന് ആ അഭിഷേകം ജ്വലിപ്പിക്കുവാൻ നിന്റെ മക്കളെ ഓരോരുത്തരെയും സഹായിച്ചാണ് കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന്റെ ദാസൻ മടക്കയാത്രയിൽ കൂടെ ഇരിക്കണം. നിന്റെ ദാസനെ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. ഞങ്ങളെ ശുശ്രൂഷിക്കാൻ അയച്ചതിനായി, ഉപയോഗിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പ. തുടർന്ന് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. നാളെ രാവിലത്തെ കൂട്ടായ്മയിൽ കടന്നു വരാൻ താല്പര്യപ്പെടുന്നവരൊക്കെ കടന്നു വരുവാൻ ഇടയാക്കണമേ. നാളെ രാത്രി ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് കടന്നു വന്ന് ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ശുശ്രൂഷ അനുഭവിപ്പാനും സഹായിക്കണം. കോയറിനെ അഭിഷേകത്താൽ നിറച്ച് ഉപയോഗിക്കണം. മഹത്വം അങ്ങയ്ക്ക്. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പശ്ചാ ദയ തോന്നി കേൾക്കുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തിന്റെ അനുഗ്രഹം, പുത്രനായ ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശ്വസിപ്പിച്ച് വഴി നിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കരുതലും കാവലും സഹവാസവും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും നാം എല്ലാവരോടും കൂടെയും ഇന്നു മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ രഹസ്യ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.